വൈറൽ താരത്തിന്റെ കല്യാണ വിവാദത്തിൽ കേസെടുക്കണമെങ്കിൽ എടുക്കട്ടെ എന്ന മന്ത്രി വി ശിവൻകുട്ടി. സർട്ടിഫിക്കറ്റ് നോക്കിയല്ല കല്യാണത്തിന് പോയതെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഞാൻ മിക്കവാറും ഒക്കെ ഒരു ദിവസം ഒരു 10-15 വിവാഹത്തിനൊക്കെ പോകുന്നുണ്ട്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അപ്പൊ ആ വിവാഹത്തിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടൊന്നും അല്ല പോകുന്നത്. ഇങ്ങനെ ഒരു വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടായി. അതുവഴി അങ്ങോട്ട് നേറ്റിങ്ങിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഓടിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അതിന്റെ പേരിൽ കേസൊക്കെ എടുത്തിട്ട് ഇവിടെ പോയി. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. മിനിസ്റ്റർക്ക് എന്റെ ഈ സ്വഭാവം വളരെ ഇഷ്ടമാണ്. ഏത് റിപ്പോർട്ടിലായിരുന്നാലും അവര് കല്യാണം കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യമില്ല. അവരെന്താ വേണം ആയിക്കോട്ടെ. ഞാൻ അവിടെ പോയെന്നുള്ള കാര്യം ശരി തന്നെയാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഈ വിവാഹത്തിന് ഇങ്ങനെ ഒരു വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടായി. അതുവഴി അങ്ങോട്ട് നേറ്റിങ്ങിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഓടിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അതിന്റെ പേരിൽ കേസൊക്കെ എടുത്തിട്ട് ഇവിടെ പോയി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് അവർക്ക് കേസ് എടുക്കാനുള്ള അവകാശമുണ്ട്. അത് അങ്ങനെ അവകാശം അങ്ങനെ നടന്നോട്ടെ. എനിക്കെന്താ പ്രശ്നം? എനിക്കാരും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറം. അത് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പെശ ഉണ്ടായതായിട്ട് പിന്നെ ഏത് കമ്മീഷൻ തോന്നിയാണെങ്കിൽ അവർ നടപടി സ്വീകരിച്ചോട്ടെ. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടി. എന്താ കുഴപ്പമുള്ളൂ? റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. അതിലാണ് ഞങ്ങൾ പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. പിന്നെ എന്താ സംശയം? ഇപ്പോഴും ഞാൻ അതിനെയാ പറയുന്നത്. ഇന്നലെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം പോലീസ് അന്വേഷിച്ചോട്ടെ. എത്ര ആദ്യത്തെ കേസാണോ ഇത്? നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. 2 യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അച്ഛനും കൂടിയാ പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവരുടെ രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. അതെപ്പോ ആഴൊക്കെ ഉണ്ട് ആണോ എന്നാ കണ്ടിന്യൂ ഒക്കെ അവർ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അവർ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാവരും പരിശോധിച്ചതാണ്. സംശയമൊന്നുമില്ലല്ലേ? സംഘപരിവാറാണ് ഇതിന് പിന്നിൽ. ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് അവർക്ക് അത്ഭുതമാണ്. അവർക്ക് ഇവിടുത്തെ ഇപ്പൊ തന്നെ ഭയങ്കര ഭീഷണി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ക്ഷേത്ര കമ്മിറ്റിയായി ബന്ധപ്പെട്ടു. ക്ഷേത്രത്തിൽ വിവാഹിതരായി. അവരെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്നു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ പോയത് ശരി എന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ അഭിപ്രായം. ഞാനൊരു വലിയ സംഭവം അല്ലേ? അതിലൊന്നും ഇവരാരെങ്കിലും സംഘപരിവാറോ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും വാചകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളെല്ലാം മാളത്തിൽ ഇങ്ങനെ ഒളിക്കും എന്ന തെറ്റിദ്ധാരണയൊന്നും അവർക്ക് ഉണ്ടാകണ്ട. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ.